ഹായ് എല്ലാവർക്കും വൈറ്റ് ആറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇൻസ്റ്റഗ്രാമിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വാട്സപ്പ് ഫേസ്ബുക്ക് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ അല്ലെങ്കിൽ അതിനൊരു പടി മുകളിൽ നമ്മളിൽ പലരും ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും പലർക്കും എങ്ങനെയാണ് ഇൻസ്റ്റഗ്രാമിലെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാന്ന് അറിയില്ല. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന അക്കൗണ്ടിന്റെ കറന്റ് പാസ്വേഡ് അറിയാത്തവരും ഈ പാസ്വേഡ് അറിയാതെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ നഷ്ടപ്പെട്ടവരും കുറെ പേരുണ്ട്. ഒരുപക്ഷെ നമുക്ക് കുറെ ലൈക്കും ഫോളോവേഴ്സും ഒക്കെ ഉള്ള അക്കൗണ്ട് ആവുമ്പോൾ നമുക്ക് പാസ്വേഡ് അറിയാതെ നഷ്ടപ്പെട്ടു. അപ്പൊ ഇത്തരം അക്കൗണ്ടുകൾ എങ്ങനെയാണ് റിക്കവർ ചെയ്തെടുക്കാന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിലേക്ക് പോകുന്ന സമയത്ത് ഇൻസ്റ്റഗ്രാമിലെ സെറ്റിങ്സ് നമ്മൾ ജസ്റ്റ് സെറ്റിങ്സിൽ പോയിട്ട് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. പണ്ടൊക്കെ നമ്മൾ പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ കറൻറ്റ് പാസ്വേഡ് അടിക്കുകയും പിന്നെ ഇപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്ത് ന്യൂ പാസ്വേഡ് എന്താണെന്ന് വിചാരിച്ചാൽ അത് അടിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ ഇപ്പോൾ പാസ്വേഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സെൻഡിങ് എന്ന് പറഞ്ഞിട്ട് ഇതാ നമ്മുടെ ഇമെയിൽ അഡ്രസ്സിലേക്ക് നമ്മുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഒരു ലിങ്ക് പോയതായിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇമെയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലിങ്ക് അവിടെ കാണാൻ കഴിയും. അങ്ങനെയാണ് ഈ പാസ്വേഡ് നമുക്ക് റീസെറ്റ് ചെയ്യാൻ കഴിയുന്നത്. അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ പഴയൊരു അക്കൗണ്ടിന് പാസ്വേഡ് അറിയാത്തൊരു അക്കൗണ്ട് ഇതുപോലെ എങ്ങനെയാണ് തിരിച്ച് റിക്കവർ ചെയ്തെടുക്കുക എന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ സ്ക്രീനിൽ നിങ്ങൾക്ക് അവിടെ ബ്ലാങ്ക് ആയിട്ടും കാണാം. കാരണം ഇൻസ്റ്റാഗ്രാമിൻ്റെ ലോഗിൻ പേജിൽ നമ്മൾ പോകുമ്പോൾ ഒരിക്കലും നമുക്ക് അവിടെ സ്ക്രീന് റെക്കോർഡ് ആവില്ല. അതേപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാനും ഒന്നും നമുക്ക് കഴിയില്ല. അതാണ് ഈ ബ്ലാങ്ക് ആയിട്ട് കാണുന്നത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ സൈൻ ഇൻ പേജിലോട്ട് പോകുന്ന സമയത്ത് സാധാരണ നമ്മൾ ഗൂഗിളിലും ഫേസ്ബുക്കിലൊക്കെ സൈൻ ചെയ്യുമ്പോൾ നമുക്ക് പാസ്വേഡ് അഥവാ അറിയില്ലെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ കഴിയും. അതിലൂടെ പോയിട്ട് നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ഇൻസ്റ്റഗ്രാമിലേക്ക് വരുമ്പോൾ ആ ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ കാണാൻ കഴിയില്ല. ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയില്ല. അതിന് പകരമായിട്ട് ഇവിടെ നമുക്ക് ഗെറ്റ് ഹെൽപ്പ് വിത്ത് സൈൻ ഇൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിലാണ് നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ കഴിയുക. അപ്പോൾ ആ ഓപ്ഷനിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവർ അവിടെ എൻ്റർ യുവർ ഇൻസ്റ്റഗ്രാം യൂസർ നെയിം ഓർ ദ ഇമെയിൽ അഡ്രസ് ഓർ ഫോൺ നമ്പർ ലിങ്ക്ഡ് ടു നമ്മുടെ ഇന്ന അക്കൗണ്ട്, അതായത് നമ്മുടെ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്ത ഇമെയിൽ അഡ്രസ്സോ ഫോൺ നമ്പറോ അല്ലെങ്കിൽ ആ അക്കൗണ്ടിൻ്റെ യൂസർ നെയിമോ ഇവിടെ ടൈപ്പ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട ഏതെങ്കിലും അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം ജസ്റ്റ് ഒന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ യൂസർ നെയിം അവിടെ കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പേജ് ആകുമ്പോൾ നമുക്ക് വരും. അതായത് സെൻഡ് ആൻ ഇമെയിൽ, സെൻഡ് ആൻ SMS മെസ്സേജ്, അതേപോലെ ലോഗിൻ വിത്ത് ഫേസ്ബുക്ക്. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ സെൻഡ് ആൻ SMS എന്ന് കൊടുത്തു നോക്കാം. സെൻഡ് ആൻ SMS കൊടുക്കുമ്പോൾ നമ്മുടെ ഫോൺ നമ്പറിലേക്ക് ഒരു OTP പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ അത് വെരിഫൈ ചെയ്തിട്ട് നമ്മളിപ്പോൾ ആ അക്കൗണ്ടിലേക്ക് എൻ്റർ ചെയ്തു. അതേപോലെ തന്നെ ഒന്നുകൂടി ഇനി അതിന് പകരമായിട്ട് ഇനി നമ്മൾ നേരത്തെ സെൻഡ് ആൻ SMS മെസ്സേജ് ഒക്കെ കൊടുത്ത് നമുക്ക് സെൻഡ് ആൻ ഇമെയിൽ ഒന്ന് കൊടുത്തു നോക്കാം. സെൻഡ് ആൻ ഇമെയിൽ കൊടുത്തു. ഇമെയിൽ കൊടുത്ത സമയത്ത് വി സെൻഡ് ആൻ ഇമെയിൽ ടു നമ്മുടെ ഇമെയിലിൻ്റെ ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും കൊടുത്തിട്ടുണ്ട്. വിത്ത് എ ലിങ്ക് ടു ഗെറ്റ് ബാക്ക് ഇൻ ടു യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞ് കൊടുത്തില്ല. അപ്പോൾ ഓക്കെ കൊടുക്കുക. ജസ്റ്റ് നമ്മുടെ ഇമെയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിലിൽ ഇപ്പോൾ ആ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. നമ്മൾ ഏത് ഇമെയിൽ വെച്ചിട്ടാണോ ലോഗിൻ ചെയ്തത് ആ ഇമെയിലേക്ക് ആ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇമെയിൽ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇതാ ഇവിടെ കാണാം. അപ്പോൾ നമ്മൾ കൊടുത്തതൊക്കെ കണ്ടിട്ട് ലോഗിൻ ഇൻ അസ് നമ്മുടെ യൂസർ നെയിം അവിടെ കാണിക്കും. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ലോഗിൻ പേജിലേക്ക് പോകും. അപ്പോൾ അതിൻ്റെ അടിയിൽ നമുക്ക് യു ക്യാൻ ആൾസോ റീസെറ്റ് യുവർ ഇൻസ്റ്റഗ്രാം പാസ്വേഡ് കാണാം. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റഗ്രാമിൻ്റെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ന്യൂ പാസ്വേഡും റീ എൻ്റർ ന്യൂ പാസ്വേഡ്, അപ്പോൾ 2 തവണ നമ്മളൊന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് മാറ്റാനും അതുപോലെ തന്നെ ആ അക്കൗണ്ട് സുഖമായിട്ട് ഉപയോഗിക്കാനും കഴിയും. ഇങ്ങനെയാണ് നമ്മളപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ പണ്ടത്തെ അക്കൗണ്ടുകൾ നമുക്ക് പാസ്വേഡ് അറിയാതെ നഷ്ടപ്പെട്ട അക്കൗണ്ടുകൾ റിക്കവർ ചെയ്ത് എടുക്കുകയും ചെയ്യാം.
അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളൊരു മെസ്സേജ് നമ്മുടെ ഫോൺ നമ്പറിലേക്കും ഇമെയിലിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ ഈ ഇമെയിലും ഫോൺ നമ്പറും ആദ്യം തന്നെ നമ്മുടെ അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കണം. ആ ലിങ്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എഡിറ്റ് പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പേഴ്സണൽ ഇൻഫർമേഷൻ സെറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ, കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമുക്ക് ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി അഥവാ നമ്മളിത് കൊടുക്കാതെ ഒരു അക്കൗണ്ട് തുടങ്ങി ആ അക്കൗണ്ടാണ് നമുക്ക് റിക്കവർ ചെയ്ത് എടുക്കേണ്ടത് വിചാരിച്ചാൽ ആ അക്കൗണ്ട് നമ്മളവിടെ ആ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം നേരത്തെ കണ്ടതുപോലെ അവിടെ കൊടുക്കുന്ന സമയത്ത് നമ്മളോട് നമ്മുടെ ഫോൺ നമ്പറോ ഇമെയിലോ ചോദിക്കും. അതായത് വെരിഫിക്കേഷൻ ലിങ്ക് അയക്കാൻ വേണ്ടിയിട്ടുള്ള ഇമെയിലോ ഫോൺ നമ്പറോ നമ്മളോട് ചോദിക്കും. അങ്ങനെ നമുക്ക് ആ അക്കൗണ്ടും റിക്കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകളുമായി ഞാൻ ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. അപ്പോൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.